കഷ്ടം എന്റെ ഈശ്വര. ഈ കുട്ടിക്ക് എന്ത് പറ്റിയാവോ? അമ്മേ, ദേ ആര് വരുന്നുണ്ട്. അത് ശരിയാവോ ശ്രീധരേട്ടാ? പിന്നെ നിന്റെ മീശയും പഠിച്ചൊരു ബിഗും വെച്ച് കഴിഞ്ഞാൽ അസല് പെണ്ണ് ഒരു പ്രശ്നമുള്ള കാര്യമില്ല അത്. അല്ല, എനിക്ക് വിരോധമില്ല. പിന്നെ ഞാൻ എത്ര പ്രാവശ്യം വെച്ചിരിക്കുന്നു. ആഹാ, നിങ്ങളാണോ ശീതര? നിനക്ക് ഇത്തിരി നേരത്തെ വന്നൂടെ? ഞങ്ങൾ രണ്ട് പെണ്ണുങ്ങള് രാത്രി ഇവിടെ തനിച്ചിരിക്കുകയല്ലേ. ആ കുട്ടി അശ്വതി ഇതേവരെ എത്തിയിട്ടില്ല. വൈകുന്നേരം ആയപ്പോ ഇംഗ്ലീഷിൽ എന്തോ പുറപുറത്തോണ്ട് ഇവിടെ ഇറങ്ങി പോയതാ. ഇത്രയും നേരമായിട്ട് ആളെത്തിയിട്ടില്ല. എന്ത് മഹാകാര്യത്തിനാ നീ രാത്രി ഇങ്ങനെ കറങ്ങി നടക്കുന്നത്? ഞങ്ങൾ എവിടെ പോയി അന്വേഷിക്കും? അമ്മയുടെ അനുവാദം ഇല്ലാതാണോ അവിടെ പോയത്? വിസ്തരിക്കാൻ നിൽക്കാതെ നീ എവിടെയും ചെന്നൊന്ന് അന്വേഷിക്കടാ. മനുഷ്യന്റെ മനസ്സിവിടെ കത്തുക. ചേച്ചി, അശ്വതി ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല. എവിടെ പോയി? ഒരു പിടിയില്ല. എന്താ? അശ്വതി ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല. എവിടെ പോകുന്നു എന്ന് പറയാതെയാണോ പോയത്? അമ്മോട് എന്താ പറഞ്ഞു? എന്താ ഇത്ര വൈകുന്നതെന്നാ മനസ്സിലാവാത്തെ? നമുക്ക് കാറെടുത്ത് പോയി അന്വേഷിക്കാം സാർ. എവിടെ ചെന്ന് അന്വേഷിക്കാനാ? എവിടെയെങ്കിലും ചെന്ന് അന്വേഷിക്കാതിരിക്കാൻ പറ്റുമോ? ഒരു പെൺകുട്ടിയല്ലേ. ഈശ്വര, വല്ല അപകടം. നിങ്ങളൊന്ന് വേഗം ചെല്ലുന്നേ. നീ പോയി ഷർട്ട് എടുത്തോണ്ട് വാ. അശ്വതി എവിടെ? അപ്പൊ വന്നിട്ടില്ല അല്ലേ? നീ എന്തൊരു മരം കൊണ്ടാടാ. നിന്നോട് എവിടെയെങ്കിലും പോയി അന്വേഷിക്കാനല്ലേ ഞാൻ പറഞ്ഞത്. ഞാനൊന്ന് ചോദിക്കട്ടെ, അപ്പോ എവിടെ പോകുന്നു എന്ന് പറഞ്ഞാണ് പോയത്? എവിടെ പോകുന്നു എന്ന് പറഞ്ഞിട്ട് പോയാൽ അവിടെ പോയി അന്വേഷിക്കാൻ ഞാൻ പറയില്ലേ? അല്ല, ആ കുട്ടി ഇംഗ്ലീഷിൽ എന്താ പറഞ്ഞത്? കുന്തം. ഞാൻ ഇനി ഇംഗ്ലീഷ് പഠിച്ചിട്ട് വരാം. അല്ല, നമ്മളൊരു അന്വേഷണം നടത്തുമ്പോ എല്ലാം അന്വേഷിക്കണല്ലോ. ആരോടും ചോദിക്കാതെയും പറയാതെയും പോയത് ഭയങ്കര തെറ്റാ. അമ്മ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? എനിക്ക് ദേഷ്യം വന്നാലുണ്ടല്ലോ അവളുടെ അഹങ്കാരം ഞാൻ അവതാരിപ്പിക്കും. ഒരു പെൺകുട്ടിയല്ലേ അവള്? പിടിച്ചു നിർത്തി 4 പെട പഠിക്കണം, അപ്പളെ പഠിക്കും. അത് തന്നെ അതിനുള്ള മരുന്ന്. ഒരു ലോക്കൽ ഗാർഡിയൻ അതിനുള്ള അധികാരമുണ്ട്. അവളുടെ അമേരിക്ക ഒന്നല്ല ഇത്. അവളായിട്ട് ഞാൻ കാണിച്ചു കൊടുക്കാം. ശ്രീധര, നീ ഇതൊന്ന് അന്വേഷിക്കുന്നുണ്ടോ? സാറേ, ഗുഡ് നൈറ്റ്. ബൈ ബൈ. എന്തൊരു കഥയാ മോളേത്. ഞങ്ങളിവിടെ തീ നിന്ന് പോയല്ലോ. എന്തു പറ്റി? അല്ല, ഇത്രയും നേരം വൈകിയപ്പോ അല്ല, ഒന്നുമില്ല. ഞാൻ നല്ലോണം ഒന്ന് കൊടുക്ക് ചേച്ചി. ന്യായം ചോദിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. എന്തു കൊടുക്കുന്ന കാര്യം പറഞ്ഞത്? തല്ല്. എന്റെ വീട്ടിലായിരുന്നെങ്കിൽ വിവരം അറിഞ്ഞാനെ. ആരാ നിങ്ങള്? അല്ല, അശ്വതിക്ക് അറിയില്ലേ? സദാശിവൻ സാറ്, കോൺട്രാക്ടർ, നമ്മുടെ അടുത്ത വീട്ടില്. മതിയോട് പരിചയപ്പെടുത്തിയത് നീ അല്ലേ പറഞ്ഞ കൊല്ലു മെഴുകുന്നൊക്കെ? അല്ല, അത് ഞാനേ അശ്വതി അകത്തേക്കല്ലേ. വരട്ടെ, ഇയാൾ എന്നെ തല്ലുവെന്ന് അറിയട്ടെ. ഇതെന്തപ്പ ഈ കഥ? ശ്രീധര, നിന്റെ അമ്മാവന്റെ മോള് സ്വല്പം പെശകൻ കേട്ടോ. That's none of your business. അല്ല, സാറൊന്നും ഉണ്ടായിരുന്നേ. ചുമ്മാ ഇരിക്കാൻ. ഇപ്പൊ അങ്ങനെയായോ? വിളിച്ചു വരുത്തിട്ട് ആളെ കൊച്ചാക്ക. വാടാ, എന്തൊരക്കായി എനിക്കെന്താ? ഇനി ഒരു കാര്യത്തിനും എന്നെ അന്വേഷിക്കണ്ട. ഒറ്റ കീറി വെച്ചെന്നുണ്ടല്ലോ. എന്തിനാ എന്റെ മക്കട്ടിക്ക്? അതാ